കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകമാണ് പരിപൂർണമായിട്ടും. ഇതിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് തിയേറ്റർ തെറാപ്പി എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് ഒരു 13 വർഷം മുൻപ് തൃശ്ശൂരിലെ രംഗചേതന എന്ന് പറയുന്ന തിയേറ്റർ ഗ്രൂപ്പ് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പിൻ്റെ 9ാമത്തെ പ്രൊഡക്ഷനാണിത്. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ അമ്മ എന്ന് പറയുന്ന ഭൗതിക വെല്ലുവിളി നേരിടുന്ന പ്രായപൂർത്തിയായ 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്, കുട്ടികളല്ല ഇവർ അവതരിപ്പിക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള 56 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ അരങ്ങിൽ നിങ്ങളുടെ മുമ്പിൽ നാടകം അവതരിപ്പിക്കാൻ എത്തുന്നത്. അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ അവർക്കും അരങ്ങിടത്തിന് അവകാശികളാണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു തിയേറ്ററിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന നിലയ്ക്ക് ഒരു അരങ്ങിടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്നൊരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലയ്ക്കുമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നത്. ഞങ്ങൾക്ക് കുട്ടികളുടെ തിയേറ്ററുണ്ട്, സ്ട്രീറ്റ് പ്ലേ അവതരിപ്പിക്കുന്ന തിയേറ്ററുണ്ട്, മുതിർന്നവരുടെ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള വീട്ടമ്മമാരുടെ നേതൃത്വത്തിലുള്ള അങ്ങനെ പലതരത്തിലുള്ള തിയേറ്റർ പെർഫോമൻസുകൾ ഞങ്ങളുടേതായിട്ടുണ്ട്. ദേശീയവും അന്തർദേശീയവുമായ നിരവധി വേദികളിൽ ഞങ്ങളുടെ കലാകാരന്മാർ നാടകം അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ആനന്ദകരമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന് ഇവിടെ സാധ്യമാകുന്നത്. തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്ത് ഒരു അവതരണം ഇത്തരത്തിലുള്ള കുട്ടികളെയും വെച്ച് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഒരു അവസരം തന്ന കേരള സർക്കാരിന് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. ഈ കേരളീയം കമ്മിറ്റിയുടെ സംഘാടക സമിതിക്കും എല്ലാവർക്കും ഞങ്ങളുടെ സന്തോഷം അറിയിക്കുകയാണ്. ഞങ്ങൾക്കൊരു പൊതുവേദി വേണം എന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുകയായിരുന്നു. മെൻ്റലി ചലഞ്ചറായിട്ടുള്ള ആളുകൾക്കുള്ള വേറെ വേദിയുണ്ട്, ഞങ്ങൾക്ക് അവിടെ വേണ്ട. ഞങ്ങളുടെ ഒരു മുദ്രാവാക്യം തന്നെ അവരെ അങ്ങനെ മാർജിനലൈസ് ചെയ്ത് വേറൊരു ഇടത്ത് നിർത്തേണ്ടവരല്ല, നമ്മളുടെ ഒപ്പം അവരെ ചേർത്ത് പിടിക്കേണ്ടതാണ്. നമ്മളുടെ പൊതുവേദികളൊക്കെ തന്നെ അവർക്കും അവകാശപ്പെട്ടതാണ് എന്ന ഞങ്ങളുടെ ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വേദി ഞങ്ങൾ ചോദിച്ചു വാങ്ങിയത്. തീർച്ചയായും അതിന് അനുവാദം തന്നത് വലിയ കാര്യമാണ്. ഇത്രമാത്രം കൂടുതൽ സംസാരിക്കുന്നില്ല. 2 വാചകം പറഞ്ഞത് തന്നെ അപ്പുറത്തെ പരിപാടി ഉള്ള ആളുകൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തുടക്കം മുതൽ കണ്ടോട്ടെ എന്ന് കരുതിയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ പങ്കാളിയായി കുട്ടികൾക്ക് ഇടയിൽ 15 കുട്ടികൾ അത്തരത്തിലുള്ള കുട്ടികളും അവരോടൊപ്പം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ വളരെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലയാളത്തിലെ പ്രിയപ്പെട്ട സിനിമാ നടൻ സുനിൽ സുഗതയും അരങ്ങിൽ എത്തുന്നുണ്ട്. സുനിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ നിങ്ങൾക്കറിയാം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഒപ്പം അങ്ങ് അരങ്ങിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെയധികം നാളുകളുടെ പ്രയത്നം ആവശ്യമാണ്. അത് സാധ്യമാകാൻ തൻ്റെ സിനിമാ തിരക്കുകളെ മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ തമിഴ് സിനിമയുടെ ഷൂട്ടിങ്ങിലാണ് എങ്കിൽ പോലും ഈ അവസാന നാളുകളിൽ അത് ബ്രേക്ക് കൊടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു സ്നേഹത്തോടെ. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ ഒരു വേദിയിൽ അവസരം കിട്ടുമ്പോൾ സുനിൽ വരണമെന്ന് ഞങ്ങൾ നിർബന്ധം പിടിച്ചതാണ്. എനിവേ, നമ്മൾ ഒരു കുടുംബ സദസ്സായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ, അതുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നതെന്നറിയാം. നിങ്ങളുടെ കുട്ടികളെയും കൊണ്ട്, കുട്ടികളുടെ മനസ്സുള്ളവർ ഒക്കെ ആണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. നമുക്ക് നാടകത്തിലേക്ക് പ്രവേശിക്കാം അല്ലേ? നിങ്ങളുടെ ഒരു റിയാക്ഷൻ പ്രവേശിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ സന്തോഷം. നമുക്ക് നാടകത്തിലേക്ക് പ്രവേശിക്കാം. സന്തോഷ രാജകുമാരൻ. വാനമൊരുക്കി സൂര്യനെ നട്ടു ചന്ദ്രനെ നട്ടു താരകൾ വാനമൊരുക്കി സൂര്യനെ നട്ടു ചന്ദ്രനെ നട്ടു താരകൾ വിതച്ചേ ഭൂമി ഒരുക്കി മരങ്ങൾ നട്ടു കളിയിടുകെടുകയൊരു ഭൂമി ഒരുക്കി മരങ്ങൾ നട്ടു കളി
കവിരുന്നു വിളിച്ചേ കറുമ്പിൽ കാക്ക വിരുന്നു വിളിച്ചേ ആരെല്ലാം വരുന്നുണ്ടേ ആരെല്ലാം വരുന്നുണ്ടേ ആരെല്ലാം വരുന്നുണ്ടേ ആരെല്ലാം വരുന്നുണ്ടേ ആരെല്ലാം വരുന്നുണ്ടേ ആരെല്ലാം വരുന്നുണ്ടേ കാക്കേ കാക്കേ ആരും വരുന്ന കാണാനില്ലല്ലോ. ആരാ വരുന്നേ? എവിടെയാ? വരും, ഒരാൾ വരും. നമുക്ക് കാക്കേ കാക്കേ ഞങ്ങളൊക്കെ പോവാ. ആരും വരുന്ന കാണാനില്ല. വരാതിരിക്കില്ല. പഞ്ചതന്ത്ര കഥയുണ്ട്, ബൈബിൾ കഥയുണ്ട്, ഖുർആൻ കഥയുണ്ട്. കഥ വേണോ? കഥ വേണോ? മോളെ 1/2 കിലോ കഥ എടുക്കട്ടെ? വേണോ? കഥ വേണോ? അവിടെ കഥ വേണോ? കഥയുണ്ട്, എല്ലാ കഥകളും ഉണ്ട്. ആ അവിടെ കഥ, ആ കഥ 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 കഥ. ദേ കണ്ടോ, അവിടെ നിന്നുള്ള ഒരാൾ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ? കണ്ടു 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 കണ്ടു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. വാ 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 ഇങ്ങോട്ടൊന്ന് വന്നേ. വാ 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 ചോദിക്കട്ടെ ചോദിക്കട്ടെ. വരൂ വരൂ വരൂ, ഇങ്ങോട്ടൊന്ന് വന്നേ. വാ 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 ഏയ് വാ 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 ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ വേണ്ടത്? എന്ത് കഥയാണ് വേണ്ടത്? ഈ കഥയില്ലാത്ത ഞങ്ങൾക്ക് ഒരു കഥ തരുമോ? കഥയില്ലാത്തവർക്ക് ആദ്യം എന്ത് കഥയാ വേണ്ടത്? അതായത് അയ്യോ വേണ്ട. യുദ്ധത്തിന്റെ കഥ വേണോ? അയ്യോ വേണ്ട വേണ്ട വേണ്ട. യുദ്ധത്തിന്റെ കഥ വേണ്ട. യുദ്ധം ഞങ്ങൾക്ക് പേടിയാ. വേണ്ട വേണ്ട. യുദ്ധത്തിന്റെ കഥ വേണ്ട. ഒന്നും കഴിക്കില്ലേ കാലത്ത്? വിശന്നിരിക്കുന്നല്ലോ. വിശപ്പിന്റെ കഥ വേണോ? വിശപ്പിന്റെ കഥ ഞങ്ങൾക്ക് വേണ്ട. വിശന്നിരിക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. വിശപ്പിന്റെ വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കരയാവുന്ന ഒരു കഥ വേണോ? ദുഃഖത്തിന്റെ കഥ ദുഃഖത്തിന്റെ കഥ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ കണ്ണിന് ഞാൻ വിളിച്ചു പോകും. അപ്പൊ എന്ത് ചെയ്യും? കേട്ടോ, ഇതിൽ നിറയെ കഥകളും കഥാപാത്രങ്ങളും കഥാപാത്രങ്ങൾക്ക് വേണ്ട വേഷവിധാനങ്ങളുമാണ്. നിങ്ങൾ ഇത് കൊണ്ടുപോകും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ തിരഞ്ഞെടുത്തിട്ട് നമുക്ക് ഈ അരങ്ങത്ത് ആടി തകർക്കാം. റെഡിയല്ലേ? അതെ, ഞാൻ രാജാവ്. ഈ കുഞ്ഞിക്കിളി മനുഷ്യന്റെ കഥ അറിയാം. മനുഷ്യന്റെ കണ്ടില്ലേ? മുതിർന്നവരാണവർ. പക്ഷെ കുട്ടികളുടെ മനസ്സാണ്. ജീവിതകാലം മുഴുവനും കുട്ടികളുടെ മനസ്സുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവർ. അപ്പോൾ അവരൊരു കഥയുമായി വരും. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥയായിരിക്കും അത്. അപ്പോൾ നമുക്കും കുറച്ചു നേരം കുട്ടികളാകാം. ഓക്കെ, റെഡി? ഒന്ന് കൈയടിച്ചോ. ഇനി കയ്യടി നമുക്കൊരു കളിയാക്കാം. അതായത് ഇത് കണ്ടില്ലേ എൻ്റെ കിടികിട്ടിയുടെ കോല്? ഈ കോല് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ കൈയടിക്കണം. റെഡിയല്ലേ? എല്ലാവരും തെറ്റിക്കാൻ പാടില്ല. ഒന്നിച്ച് ഒരുമയോടെ എല്ലാവരും. റെഡി? ഓക്കെ. A for apple. A for apple. B for ബോൾ. കണ്ടില്ലേ? ബോൾ, മാജിക് ബോൾ, മാന്ത്രിക പന്താണ് കേട്ടോ. നമ്മൾ കുറച്ച് തിയേറ്റർ ഗെയിം കളിക്കാൻ പോവാം. ഞാൻ ഈ പന്ത് നിങ്ങളുടെ അടുത്തേക്ക് ഇടും. ഈ പന്തപ്പോൾ പല പന്തുകളായി രൂപം പ്രാപിച്ച് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. റെഡിയല്ലേ? റെഡി? കുറച്ച് നേരത്തേക്ക് നമ്മളെല്ലാവരും കുട്ടികളാകണം. ഓക്കെ, റെഡി? റെഡി? എന്നാ പിടിച്ചോ. വെരി ഗുഡ്. അപ്പൊ ഒന്ന് നന്നായി നോക്കിയേ. ഇനി നിങ്ങളുടെ വലത്തെ കയ്യിൽ നിന്ന് ഈ പന്ത്
പതുക്കൊന്ന് ഇടത്തെ കയ്യിലേക്കിട്ട് ഇനി കുറച്ചേരം കുട്ടികളുണ്ട സഹകരിക്കണം. ഇടത്തെ കയ്യിൽ നിന്ന് ഒന്ന് ഇങ്ങോട്ടിട്ട് ഒന്ന് മുകളിലേക്കിട്ട് ഒന്ന് ഹെഡ് ചെയ്ത പന്ത് പിടിച്ചു. ഇതൊന്ന് കാലുകൊണ്ട് ഈ കാലുകൊണ്ട് തന്നെ കാണിക്കൂ. ഓക്കെ, ഇനി ഈ പന്തിന് ഞാനൊരു സ്വഭാവം കൊടുക്കാൻ പോവാ. ഈ പന്തിനെ ഞാൻ ചൂടുള്ള പന്താക്കാൻ പോവാ. ചൂടുള്ള ഹോട്ട് ബോൾ. എങ്ങനെയായിരിക്കും ചൂടുള്ള പന്ത് കിട്ടിയാൽ നിങ്ങൾ അഭിനയിക്കാം? എല്ലാവരും, കുട്ടികളും വലിയവരും എല്ലാവരും അഭിനയിക്കാം. ഗുഡ്. നിങ്ങളെ കുറെ അഭിനേതാക്കളുണ്ടല്ലോ, ഞാൻ നോട്ടം വയ്ക്കുന്നു. ഇനി ഈ പന്തിനെ, ചൂടുള്ള പന്തിനെ പതുക്കെ ഞാൻ തണുത്ത പന്താക്കാൻ പോവാ. നമുക്ക് വളരെ സുഖം തരുന്ന, സുഗന്ധമുള്ള തണുത്ത ഒരു ബോളെ കാണിക്കൂ. തണുത്ത പന്ത്. അടുത്ത ആളെ പന്തൊക്കെ വെച്ചോളൂ. റെഡി. ശരി, ഇനി നിങ്ങളെല്ലാരും ആ പന്തിന്റെ സ്വഭാവം ഞാൻ തന്ന പോലെ തന്നെ നിങ്ങളെല്ലാരും ആ പന്ത് എനിക്ക് തിരിച്ചെറിഞ്ഞു തരണം. റെഡി. 1 2 3. ഒരുപാട് പന്തായല്ലോ. ഇത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, ഞാനിത് തിരിച്ച് ആകാശത്തേക്ക് തന്നെ വിടാം. 1 2 3. നോക്കിയേ, ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന കുറെ നക്ഷത്രങ്ങൾ കാണാനില്ലേ? അത് നമ്മളെടുത്ത കുറെ ബോളുകളാണ്. ഓക്കെ, ഇതിനെ കാണാനല്ലോ. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഇവരൊന്ന് വരുത്താം. നമുക്കൊന്ന് കൂകിയാലോ? കുറെ കാലമായില്ലേ കൂകിയിട്ടൊക്കെ. ഒന്ന് കൂകിയിട്ട് അവരെ വിടാം. റെഡിയല്ലേ? റെഡി. 1 2 3. റെഡി. അയ്യോ, കൂവല്ലേ. അയ്യോ, എന്തായി? ഞങ്ങളെല്ലാം ഒരുങ്ങി കഴിഞ്ഞു. നിങ്ങൾക്ക് തയ്യാറായി? പിന്നെ നിങ്ങൾ തയ്യാറായാൽ അരങ്ങ് തയ്യാറായി, സദസ്സ് തയ്യാറായി. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡി. 1 2 3 സ്റ്റാർട്ട്. വട്ടം നാരങ്ങ വലിയ 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 മുട്ടയായി പോയി വലിയ വട്ടം നാരങ്ങ വലിയ മുട്ടയായി പോയി 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 വലിയ മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞിക്കിളിയൊന്ന് ഒളിച്ചിരിപ്പുണ്ട് കുഞ്ഞിക്കിളിയൊന്ന് ഒളിച്ചിരിപ്പുണ്ട് വലിയ മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞിക്കിളിയൊന്ന് ഒളിച്ചിരിപ്പുണ്ട് വലിയ മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞിക്കിളിയൊന്ന് വലിയ മുട്ടയ്ക്കുള്ളിൽ കുഞ്ഞിക്കിളിയൊന്ന് ഒളിച്ചിരിപ്പുണ്ട് കുഞ്ഞിക്കിളിയൊന്ന് ഒളിച്ചിരിപ്പുണ്ട് കുഞ്ഞിക്കിളിക്ക് മോഹമുദിച്ചു വെള്ളി വെളിച്ചം കാണാനായി കുഞ്ഞിക്കിളിക്ക് മോഹമുദിച്ചു വെള്ളി വെളിച്ചം കാണാനായി കുഞ്ഞിക്കിളിക്ക് മോഹമുദിച്ചു വെള്ളി വെളിച്ചം കാണാനായി
കുഞ്ഞുകിളിക്ക് മോഹമുദിച്ചു വെള്ളി വെളിച്ചം കാണാനായി, വെള്ളി വെളിച്ചം കാണാനായി. മുട്ടത്തോടിൽ മുട്ടത്തോടിൽ ഒന്നു മുട്ടി, മുട്ടത്തോടിൽ രണ്ട് മുട്ടി. മുട്ടിയില്ല. അങ്ങനെയാണോ? അപ്പോ മുട്ടത്തോടിൽ മൂന്ന് മുട്ടി. മുട്ടത്തോടിൽ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മുട്ടത്തോടിൽ അഞ്ചു കുട്ടി. കുട്ടിയില്ല. പിന്നെ എന്ത് ചെയ്യും? ശരി, മുട്ടത്തോടിൽ ആറാമുട്ടിൽ പൊട്ടി തകർന്നു മുട്ടത്തോട്, ആറാമുട്ടിൽ പൊട്ടി തകർന്നു മുട്ടത്തോട്, ആറാമുട്ടിൽ പൊട്ടി തകർന്നു മുട്ടത്തോട്, ആറാമുട്ടിൽ പൊട്ടി തകർന്നു മുട്ടത്തോട്. വെള്ളി വെളിച്ചം കാണാനായി, വെള്ളി വെളിച്ചം കാണാനായി. കുഞ്ഞിക്കിളിയത് പാറി നടന്നു, കുഞ്ഞിക്കിളിയത് പാറി നടന്നു. അമ്മക്കിളിയെ കണ്ടോ, അമ്മക്കിളിയെ കണ്ടോ, എന്നമ്മക്കിളിയെ കണ്ടോ. കൂട്ടുകാരെ, എൻ്റെ അമ്മക്കിളിയെ കണ്ടോ? കൂട്ടുകാരെ, കൂട്ടുകാരെ, എനിക്ക് എനിക്ക് എൻ്റെ അമ്മക്കിളിനെ കാണണം. ഞാൻ കണ്ടില്ല. എൻ്റെ അമ്മക്കിളിനെ കണ്ടോ? എൻ്റെ അമ്മക്കിളിനെ കണ്ടോ? ഞാനും കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും അമ്മക്കിളിനെ കണ്ടോ? ഞാനും കണ്ടില്ല. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അമ്മക്കിളിനെ കണ്ടോ? ഞങ്ങൾ ആരും കണ്ടില്ല. എനിക്ക് അമ്മക്കിളിനെ കാണുന്ന. കുഞ്ഞിക്കിളി കരയണ്ട. കുറേ കിളികൾ അങ്ങോട്ട് പറന്നു പോകുന്നത് കണ്ടു. അവരോട് ചോദിച്ചാൽ അറിയാം നിന്റെ അമ്മക്കിളി എവിടെയാണെന്ന്. വാ, നമുക്കൊന്ന് പോയി നോക്കാം. അമ്മ കിളിയെ കണ്ടു, എന്നമ്മ കിളിയെ കണ്ടു, അമ്മ കിളിയെ കണ്ടു, എന്നമ്മ കിളിയെ കണ്ടു. മരങ്ങളായ മരങ്ങളെല്ലാം തേടിയലഞ്ഞു ഞാൻ, അമ്മ കിളിയെ എന്നമ്മ കിളിയെ കണ്ടു. കാടായ കാടെല്ലാം തേടിയലഞ്ഞു, കാടായ കാടെല്ലാം തേടിയലഞ്ഞു, അമ്മ കിളിയെ എന്നമ്മ കിളിയെ കണ്ടു. നീ എൻ്റെ അമ്മക്കിളിനെ കണ്ടോ? അയ്യോ, ഞാനൊന്നും കണ്ടില്ല. എന്നോട് ഞാൻ മണ്ടില്ല, പണക്കാണ്. എനിക്ക് എൻ്റെ അമ്മക്കിളിനെ കാണണം. കാടായ കാടെല്ലാം തേടിയലഞ്ഞു, വീടായ വീടെല്ലാം തേടിയലഞ്ഞു, അമ്മ കിളിയെ അമ്മ കിളിയെ അമ്മ കിളിയെ അമ്മ കിളിയെ കണ്ടോ, എന്നമ്മ കിളിയെ കണ്ടോ, കിളിയെ എന്നമ്മ കിളിയെ കണ്ടോ. കുഞ്ഞിക്കിളി, കുഞ്ഞിക്കിളി. ഇങ്ങോട്ട് വാ. കുഞ്ഞിക്കിളി ഇങ്ങോട്ട് വാ. കുഞ്ഞിക്കിളി, നീ കരയണ്ട. നിന്റെ അമ്മക്കിളിയെ കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം. നഗരത്തിലെ രാജകുമാരന്റെ പ്രതിമയോട് ചോദിക്കാം. ദാ അങ്ങ് ദൂരെ ഒരു പ്രതിമ കണ്ടോ? അതാണ് സന്തോഷ രാജകുമാരൻ. രാജകുമാരനോട് ചോദിച്ചാൽ അറിയാം നിന്റെ അമ്മക്കിളി എവിടെയാണെന്ന്. വാ, നമുക്ക് നഗരത്തിൽ ചെന്ന് രാജകുമാരനോട് ചോദിക്കാം.
കാടുകൾ താണ്ടി മേടുകൾ താണ്ടി കാടുകൾ താണ്ടി മേടുകൾ താണ്ടി പുഴയായ പുഴയെല്ലാം താണ്ടി മലയായ മലയെല്ലാം താണ്ടി നഗര പ്രതിമയ്ക്കരികിൽ ഇരുത്തി നഗര പ്രതിമയ്ക്കരികിൽ ഇരുത്തി അമ്മ കിളിയേ കണ്ടു 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 എന്നമ്മ കിളിയേ കണ്ടു കാടുകൾ താണ്ടി താണ്ടി അരികിലെത്തി നഗര പ്രതിമയ്ക്കരികിലെത്തി നഗര അരികിലെത്തി കുഞ്ഞിക്കിളി, ഇതാണ് സന്തോഷ രാജകുമാരൻ. ഇവിടുത്തെ എല്ലാ കിളികളും രാജകുമാരൻ അടുത്ത് വന്നു പോകും. രാജകുമാരനോട് ചോദിച്ചാൽ അറിയാം നിന്റെ അമ്മക്കിളി എവിടെയാണെന്ന്. രാജകുമാര, രാജകുമാര, ഈ കുഞ്ഞിക്കിളിയുടെ അമ്മയെ കണ്ടോ? ഹായ് കുഞ്ഞിക്കിളി, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നിന്റെ അമ്മക്കിളിയുടെ കഥ ഞാൻ പറയാം. സന്ധ്യമയം നേരം സന്ധ്യമയം നേരം പറവകളെല്ലാം ചേക്കേറാനായി പറവകളെല്ലാം ചേക്കേറാനായി കൂടുകൾ തേടി പറന്നകന്നു കൂടുകൾ തേടി പറന്നകന്നു സന്ധ്യമയം നേരം എല്ലാ കിളികളും കൂട്ടിലെത്തി. ഞാൻ ഒറ്റയ്ക്കായി. ഇനി കൂട്ടിലെത്താൻ നേരമില്ല. ഇന്ന് ഇവിടെ എവിടെയെങ്കിലും ചേക്കേറാം. എവിടെയാണ് പറ്റിയൊരിടം? ഹായ്, രാജകുമാരന്റെ പ്രതിമ. ആ പ്രതിമയുടെ ചുവട്ടിൽ ഇന്നത്തെ രാത്രി ഉറങ്ങാം. മഞ്ഞും വീഴുന്നില്ല, മഴയും പെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാണ് എൻ്റെ ദേഹത്ത് വെള്ളം വീണത്? അയ്യോ, ഈ രാജകുമാരന്റെ കണ്ണീരാണോ എൻ്റെ ദേഹത്ത് വീണത്? എന്തിനാ രാജകുമാര കരയുന്നത്? എൻ്റെ കിളിയെ, നീ ആ കരച്ചിൽ കേട്ടോ? അവർ ഇങ്ങനെ കരയുമ്പോൾ ഞാൻ എങ്ങനെയാണ് കരയാതിരിക്കുക? എന്തിനാ അവർ കരയുന്നത്? ഞാനൊരു പ്രതിമയല്ലേ, എനിക്ക് അങ്ങോട്ട് പോയി അന്വേഷിക്കാൻ കഴിയില്ലല്ലോ. നീ പോയി നോക്കിയിട്ട് വരൂ, എന്തിനാണ് അവർ കരയുന്നതെന്ന്. അയ്യോ,
എന്നെയും കാത്ത് എൻ്റെ കൂട്ടിലൊരു മുട്ട ഇരിപ്പുണ്ട്. എനിക്ക് വേഗം കൂട്ടിലെത്തണം. ഈ കരച്ചിൽ കേട്ട് അവരെ സഹായിക്കാതെ എങ്ങനെയാണ് കിളിയെ നിനക്ക് പറക്കാൻ കഴിയുക? കിളിയെ, നീ മറ്റൊന്നും ചെയ്യണ്ട. അവിടെ ചെന്ന് അവർ എന്തിനാ കരയുന്നതെന്ന് അറിഞ്ഞു വന്നാ മതി. കിളിയെ, വേഗം അറിഞ്ഞു വരണേ. വരാം രാജകുമാരാ. രാജകുമാരൻ, ഒരു ചേരി പ്രദേശം, ആരും തിരിഞ്ഞു നോക്കാത്ത അഴുക്ക് നിറഞ്ഞൊരു സ്ഥലം. അവിടെ കുറേ മനുഷ്യർ മരിച്ചത് തുല്യമായി ജീവിക്കുന്നു. എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. എൻ്റെ മോന് തീരെ സുഖമില്ല. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളെ ഒന്ന് ആരെങ്കിലും സഹായിക്കണേ. എന്തിനാ അമ്മയൊക്കെ അറിയുന്നേ? എൻ്റെ മകന് തീരെ സുഖമില്ല. വിശക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. വിഷമിക്കേണ്ട, ഞാനുണ്ട് നിങ്ങളോടൊപ്പം. ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കൂ. ആരാണ് കരഞ്ഞിരുന്നത് കിളിയെ? ഒരമ്മയും മകനുമാണ്. എന്തിനാണ് അവർ കരഞ്ഞിരുന്നത്? വിശപ്പുണ്ട്, അസുഖമുണ്ട്. അവരെ സഹായിക്കാൻ ആരുമില്ല. എങ്കിൽ എനിക്കൊരു ഉപകാരം കൂടി ചെയ്യണം കിളിയെ. എൻ്റെ കണ്ണുകൾ രത്നം കൊണ്ടുള്ളവയാണ്. അവയിലൊന്ന് കൊത്തിയെടുത്ത് ആ അമ്മയ്ക്കും മകനെ കൊണ്ട് കൊടുക്ക്. അയ്യോ, അങ്ങയുടെ കണ്ണ് കൊത്തിയെടുക്കാൻ എനിക്ക് കഴിയില്ല. പ്രതിമയ്ക്ക് എന്തിനാണ് വിലപിടിപ്പുള്ള രത്നങ്ങൾ? വിശക്കുന്നവർക്കും അസുഖമുള്ളവർക്കുമാണ് പണം ആവശ്യമുള്ളത്. നീ ഒട്ടും മടിക്കണ്ട. എൻ്റെ ഒരു കണ്ണ് കുത്തിയെടുത്തോളൂ. മടിക്കാതെ കുത്തിയെടുക്കുകളിയേ. അയ്യോ വേണ്ട. ആ അമ്മയുടെയും മകൻ്റെയും വിഷമം മാറണ്ടേ? എൻ്റെ കണ്ണിലെ രത്നക്കല്ല് പറിച്ചെടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്ക്. നടക്കുന്നുണ്ടോ?
രാജകുമാര, ഒരുപാട് ആളുകൾ ഇനിയും കരയുന്നുണ്ട്. വിശന്നു വലയുന്നവർ, രോഗികൾ, സഹായിക്കാൻ ആരുമില്ലാത്തവർ. എൻ്റെ പ്രതിമയിൽ ഇനിയും വിലപിടിപ്പുള്ള രത്നങ്ങളുണ്ട്. അവ വിഷമം അനുഭവിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്ക്. അയ്യോ, എനിക്കിനി പറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മഞ്ഞിന്റെ ചിറകുകളെ തളർത്തി കളയുന്നു. കൊട്ടാരത്തിനകത്ത് കഴിയുമ്പോൾ ആരുടെ വിഷമവും ദുഃഖവും ഞാൻ അറിഞ്ഞിരുന്നില്ല. കൊട്ടാരത്തിന് പുറത്ത് കടന്നപ്പോഴാണ് വേദന എന്തെന്ന് ഞാൻ അറിയുന്നത്. കിളിയെ, എൻ്റെ വിഷമം ഞാൻ അറിയുന്നു. എൻ്റെ പ്രതിമയിലെ വിലപിടിപ്പുള്ളതെല്ലാം എത്രയും വേഗത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ കൈകളിൽ എത്തിക്കാൻ എന്നെ സഹായിക്കില്ലേ നീ? എല്ലായിടത്തും എത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ചിറക് കുഴഞ്ഞ് തണുത്തു വിറച്ച് മരിക്കുവോളം ഞാൻ ശ്രമിക്കാം. സന്തോഷമായി കിളിയെ. ആടയാഭരണങ്ങളില്ലെങ്കിലും എന്നും ഈ പ്രതിമ നിന്റെ ത്യാഗത്തിൽ ഇവിടെ സന്തോഷവാനായി നിലനിൽക്കും. രാജകുമാര, എനിക്കൊരപേക്ഷയുണ്ട്. എൻ്റെ കൂട്ടിലെ മുട്ടുവിരിഞ്ഞ് ഒരു കുഞ്ഞു കിളി അമ്മയെ തേടി എന്നെങ്കിലും ഇവിടെ എത്തും. അപ്പോൾ ആ കുഞ്ഞു കിളിയോട് ഈ അമ്മക്കിളിയുടെ കഥ പറയണം. എൻ്റെ സ്നേഹം നിന്നിലൂടെ അവർക്ക് പകർന്നു കൊടുക്കണം. അമ്മക്കിളി, നിന്റെ സ്നേഹമാണ് ഇവിടുത്തെ വിഷമം അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പുന്നത്, വിശപ്പകറ്റുന്നത്. ആ സ്നേഹം ഒരിക്കലും മരിക്കുകയില്ല. ഈ രത്നങ്ങളും മുത്തുകളും ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേഗം എത്തിക്കേ. ആരെങ്കിലും എനിക്കൊരു പുതപ്പ് തന്നിരുന്നെങ്കിൽ അമ്മക്കിളി, ദുരിതം അനുഭവിക്കുന്നവരുടെ കരച്ചിൽ ഇനിയും തീരുന്നില്ലല്ലോ. എന്നിൽ അവശേഷിക്കുന്ന ഈ സ്വർണം കൂടി അവരുടെ കൈകളിൽ എത്തിക്കേ. വയ്യ, എങ്കിലും ഞാൻ ശ്രമിക്കാം രാജകുമാര. അമ്മക്കിളി, അമ്മക്കിളി, അമ്മക്കിളി എഴുന്നേൽക്ക്, അമ്മക്കിളി എഴുന്നേൽക്ക്. ആ സ്വർണ്ണമൊക്കെ എടുത്ത് എല്ലാവർക്കും പങ്കുവെച്ച് കൊടുക്ക്. ആ വേഗം, വേഗം എഴുന്നേൽക്ക്. ഉറങ്ങാറായിട്ടില്ല. നന്ദി കിളി. രാജകുമാര, ഇനി എനിക്ക് പറക്കാൻ കഴിയുകയില്ല. എൻ്റെ ചിറകുകൾ കുഴയുന്നു. എങ്കിലും ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ കിളിയെ, എന്നോട് ക്ഷമിക്ക്.
ഇലകൾ പൊഴിഞ്ഞു മരമായ മരമെല്ലാം പൂച്ചൂടി ദേശാടകൾ മാറി പറന്നു ദേശാടകൾ നക്ഷത്രദീപങ്ങൾ മറിഞ്ഞു കുഞ്ഞിക്കിളിയെ എന്നോട് ക്ഷമിക്കേ. ഞാനാണ് നിന്റെ അമ്മക്കിളിയുടെ മരണത്തിന് കാരണമായി തീർന്നത്. എന്നോട് ക്ഷമിക്കു കിളിയെ. കുഞ്ഞിക്കിളി, ഞങ്ങളെല്ലാം നിന്നോടൊപ്പമുണ്ട്. കുഞ്ഞിക്കിളിയെ പോറ്റി വളർത്താൻ ഇവിടുത്തെ എല്ലാ കിളികളും ഒപ്പമുണ്ട്. ഏയ് കിളികളെ, ഒന്ന് വേഗം വരിൻ. ഞങ്ങളെല്ലാം കുഞ്ഞിക്കിളിക്കൊപ്പമുണ്ട്. വാ 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 കുഞ്ഞിക്കിളി, നീ പേടിക്കണ്ട. ഞങ്ങളെല്ലാം നിന്നോടൊപ്പമുണ്ട്. നീ പേടിക്കണ്ട കേട്ടോ. ഒപ്പമുണ്ട്. കുഞ്ഞിക്കിളി പേടിക്കണ്ട. ഏയ് രാജകുമാര, ഇനിയും നിന്റെ കയ്യിൽ മുത്തുകളും രത്നങ്ങളുമുണ്ടോ? ഞാൻ അവയെല്ലാം ഈ നാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവരുടെ വീടുകളിൽ എത്തിക്കാം. സന്തോഷമായി കുഞ്ഞിക്കിളിയെ. ഈ പ്രതിമ അങ്ങനെ തന്നെ കൊത്തിപ്പെറുക്കി പാവങ്ങളായവരുടെ വീടുകളിൽ എത്തിച്ചുകൊള്ളൂ. ആ നിമിഷത്തിനാണ് ഞാൻ കാത്തിരിക്കുന്നത്. കുഞ്ഞിക്കിളി, ഞങ്ങളും നിന്നോടൊപ്പമുണ്ട്. മുത്തുകളും രത്നങ്ങളും കൊത്തിയെടുത്ത് നമുക്ക് പറന്നുയരാം അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് കൊടുക്കാനായി. ഇതാ വാ ഇത് നിങ്ങൾക്കുള്ളതാണ്. കൊത്തിയെടുത്തോളീ. വാ വാ വാ, എല്ലാവരും വാ. മുത്തുകളും രത്നങ്ങളും കൊത്തിയെടുത്ത് അതിന്റെ അവകാശികൾക്ക് കൊടുക്കാം. വാ വാ വാ, എല്ലാവരും വാ, കൊത്തിയെടുത്തോ. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അവിടെ കൊടുക്കൂ, എടുക്കൂ. കിട്ടിയവർ പങ്കുവെക്കൂ. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അത് നിങ്ങളുടേതാണ്. അയ്യോ രാജകുമാരന്റെ പ്രതിമയുടെ പ്രതിമയുടെ രാജകുമാരന്റെ പ്രതിമ കാണാനില്ലല്ലോ. എവിടെ പ്രതിമ? എവിടെ നമ്മുടെ രാജകുമാരൻ? അതല്ല നമ്മൾ കൊത്തിപ്പെറുക്കി എല്ലാവർക്കും പങ്കുവെച്ചത്. അപ്പൊ സന്തോഷ രാജകുമാരനെവിടെ? രാജകുമാരനെവിടെ? രാജകുമാരനെ കാണാനില്ല. സന്തോഷ രാജകുമാരൻ. സന്തോഷ രാജകുമാരൻ ആരാണ്? സന്തോഷ രാജകുമാരൻ ആരാണ്? സന്തോഷ രാജകുമാരൻ ആരാണ്? സന്തോഷ രാജകുമാരൻ. ഹാപ്പി പ്രിൻസ്, ഹാപ്പി പ്രിൻസ്, ഹാപ്പി പ്രിൻസ്, ഹാപ്പി പ്രിൻസ്. We are the happy prince. We are the happy prince. We are the happy prince. Happy prince. Happy. Happy. ആരാണ്? സന്തോഷ രാജകുമാരൻ ആരാണ്? സന്തോഷ രാജകുമാരൻ ആരാണ്? സന്തോഷ രാജകുമാരൻ ആരാണ്? Happy prince. ഞങ്ങളുടെ നമ്മുടെ സന്തോഷ രാജകുമാരനെ കാണാൻ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം. നമ്മുടെ കൂട്ടുകാരെ പരിചയപ്പെടാം. കേശവൻ, സ്വാതി, സ്മിത, കണ്ണൻ, അനിയൻ, വിനയ്, സുരേൻ, വിഘ്നോഷ്ണൻ, മിഥുൻ,
അനിൽ, ജിബൻ, രാജ്. രാജി. നന്ദി. ഞാൻ ഈ നാടകത്തിൻ്റെ ആവിഷ്കാരവും സംവിധാനവും ചെയ്ത ഗണേശനെ വിളിക്കണം. ഗണേഷ് പ്ലീസ് കം. വലിയ സന്തോഷമുണ്ട്. ആദ്യം ഇവിടുത്തെ കൊച്ചു കൂട്ടുകാർക്കും കുറച്ച് നേരമെങ്കിലും ഏകദേശം ഒരു 45 മിനിറ്റ് സമയം കൊച്ചു കൂട്ടുകാരുടെ മനസ്സുമായി നിന്ന മുതിർന്നവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ ഒരു നാടകം രൂപപ്പെടുത്തണമെങ്കിൽ കുറച്ച് അതിൻ്റെ പുറകിൽ കുറച്ച് ആളുകളുടെ അധ്വാനം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമതായി ഞങ്ങൾ രംഗചേതനയിലെ പ്രവർത്തകർക്ക് ഉണ്ടെങ്കിലും ഈ വിദ്യാലയത്തിലെ അമ്മ വിദ്യാലയത്തിലെ ടീച്ചേഴ്സ് നന്നായി ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അവരെ ആദ്യം പരിചയപ്പെടുത്താം. ഒന്ന് ലീന ടീച്ചർ. ലീന ടീച്ചർ അവിടെ ഇരുന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരും. ടീച്ചർ ലീന ടീച്ചർ ശബ്ദവും ഫീമെയിൽ വോയിസ് ടീച്ചറുടെ ആയിരുന്നു. അതുപോലെ തന്നെ ജിമിൻ മാഷ്. ജിമിൻ മാഷ് എല്ലാവരും വിളിക്കാൻ കാത്തിക്കണ്ട. ജിമിൻ മാഷ്. സത്യപ്രസാദ്. സത്യപ്രസാദ്. സൗമ്യ ചേച്ചി. സൗമ്യ ചേച്ചി. അതേപോലെ ഞങ്ങളുടെ സംഘത്തിൻ്റെ സാരഥി അമ്മയുടെ അതിൻ്റെ പ്രധാനിയായിട്ടുള്ള ജേക്കബ് മാഷ്. എവിടെയാണ് ജേക്കബ് മാഷ്? വേഗം വരണം. ഈ സംഘത്തിന് കൃത്യമായിട്ടും നല്ല മ്യൂസിക് തയ്യാറാക്കി ഞങ്ങളോടൊപ്പം രംഗേനയുടെ പ്രവർത്തകനായ പ്രത്യേകിച്ച് റെക്കോർഡഡ് മ്യൂസിക് അത് കൺട്രോൾ ചെയ്തിരുന്നതും വോക്കൽ സപ്പോർട്ട് കൊടുത്തിരുന്നതും അൻസാർ അബ്ബാസാണ്. അൻസാർ പ്ലീസ് കം. ഈ ഇതിൻ്റെ പിന്നണിയിലെ സോങ് വോക്കൽ കൊടുത്തിരുന്നത് സനലാണ്. ഈ സംഗീതത്തിൻ്റെ മൊത്തമായിട്ട് അതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങളുടെ സീനിയറായിട്ടുള്ളൊരു നടനും തബലിസ്റ്റുമായിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ മാഷുണ്ട്. മാഷ് പ്ലീസ്. രാമേന്ദ്രൻ മാഷ്. കയറി ആളുകൾ കണ്ട് രാമേന്ദ്രൻ മാഷുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നരങ്ങിൽ ഇതിൻ്റെ ആർട്ടിൽ പ്രധാനിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് BS ഗിരീശൻ മാഷാണ്. മാഷ് ഇവിടെ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ ഫ്രാൻസിസ് ചിറയത്തുമുണ്ട്. അവരോടൊപ്പം അവരുടെ ജൂനിയറായിട്ടുള്ള എൻ്റെ മകനായിട്ടുള്ള അച്ചു KG ഉണ്ട്. അച്ചു KG എവിടെയാണ്? അച്ചു KG ഉണ്ട്. ഇവരോടൊപ്പം വന്നിട്ടുണ്ട് അച്ചു KG. മറ്റൊരാൾ ഇവരെ പിന്നിൽ ഇവരെ അണിയിച്ചൊരുക്കാനൊക്കെ നേതൃത്വം കൊടുത്തിരുന്ന എൻ്റെ സഹയാത്രികയായിട്ടുള്ള വിനി ഉണ്ട്. വിനി പ്ലീസ് കം. ഈ നാടകത്തെ നന്നായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പ്രകാശം നിയന്ത്രിച്ച് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള ആക്ടറാണ്. അതുപോലെ തന്നെ ഡിസൈനറും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ അബ്ദുൾ റസാഖ്. മറ്റൊന്ന് ഇവിടെ ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഈ ശബ്ദം നൽകി തന്ന സന്തോഷ് സൗണ്ടിൻ്റെ ശബരി ഇലക്ട്രിക്കൽസിൻ്റെയൊക്കെ പ്രവർത്തകരുണ്ട്. ശാന്തൻ, മുകേഷ്, ജയൻ, അനന്തു. അവർക്കൊക്കെ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ പൂജപ്പുര മണി, ബാബു അടൂർ, അനിൽ കോരണി ഒക്കെയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ഞങ്ങളുടെ ഈ അമ്മ എന്ന് പറയുന്ന സ്ഥാപനം എത്ര വർഷമായി മാഷേ? 27. അതിൻ്റെ ആദ്യത്തെ ഓർഗനൈസിങ് സമയത്ത് പ്രസിഡന്റ് അദ്ദേഹം കാണാൻ വന്നിട്ട് ഇവിടെ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നതാണ്. ഡോക്ടർ ഷാജി ഉണ്ട്. ഒന്ന് ഞങ്ങളോട് ഒപ്പം ഒന്ന് കയറി വരണം. സ്റ്റേജിലിട്ട് വരൂ കേട്ടോ. അദ്ദേഹം നാടകം കാണാൻ എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഒട്ടും പരിചയപ്പെടുത്തേണ്ടതില്ലാത്ത ഒരാളാണ്. മലയാള സിനിമയിലെയും നാടകരംഗത്തെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട, നമുക്കെല്ലാം പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ. ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അധിക പ്രസംഗമാണ്. ഡോക്ടറാണ് കേട്ടോ. ഞങ്ങളുടെ ആദ്യ പ്രസിഡൻ്റാണ്. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നാണ്. പ്രത്യേക നന്ദി. സുനിൽ സുഗതയാണ്. ഞാൻ മറ്റാരെയും വിട്ടുപോയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വിട്ടുപോയവരെയൊക്കെ സുനിൽ പറയും കേട്ടോ. സുനിലിന് ഞാൻ മൈക്ക് കൈമാറുകയാണ്. നമസ്കാരം. വളരെ സന്തോഷം. ഞാൻ ഈ കുട്ടികളും ഈ ഓർഗനൈസേഷൻ്റെ കുറേ കാലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ അരങ്ങിൻ്റെ സാധ്യതകളും എപ്പോഴും ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഒരു നടനാണ്. അരങ്ങത്തു നിന്ന് കിട്ടുന്ന ഊർജ്ജം വേറെ എവിടെ നിന്നും നടൻ നിലയ്ക്ക്. അപ്പോൾ അത്തരം സാധ്യതകളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ നാടകത്തിലും ഭാഗമെടുത്തത്. അപ്പോൾ വളരെ സന്തോഷം വന്ന് കാണാനും നിങ്ങളെ കാണാൻ. ഞങ്ങൾ ഒരുപാട് നമുക്ക് പ്രോത്സാഹനം തന്ന എല്ലാവർക്കും നമ്മുടെ ഈ നാടകം ഇതിലേക്ക് സെലക്ട് ചെയ്ത കേരളത്തിൻ്റെ ഓർഗനൈസിങ് സൈഡിൽ നിൽക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. നമുക്കിതിന് പബ്ലിസിറ്റി തന്ന മാധ്യമ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.
കൂട്ടുകാരെ, വലിയ സന്തോഷമായി. നല്ലൊരു സദസ്സാണ്. ഏറ്റവും ജീവനുള്ളതാക്കുക, അരങ്ങിനേക്കാൾ ജീവനുള്ളൊരു സദസ്സുണ്ടാകുമ്പോഴാണ് നാടകം അതിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ. ഞങ്ങൾ നന്നായിട്ട് അത് അനുഭവിച്ചു. നിങ്ങളുടെ സഹകരണം നന്ദി നന്ദി നന്ദി, ഒരുപാട് നന്ദി. ഈ കൊച്ചു കൂട്ടുകാർക്ക് മധുരക്ക് കിട്ടിയില്ലേ? എല്ലാവർക്കും കൂട്ടുകാരെ മധുരക്ക് കിട്ടിയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ വീണ്ടും ആവശ്യപ്പെടാം. ചെറുതാണെങ്കിലും നിങ്ങൾക്ക് അർഹതപ്പെട്ട മധുരം, സമ്പത്തെല്ലാം, എല്ലാത്തിനും അവകാശികൾ നിങ്ങളാണ്. ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെ അവകാശികൾ നിങ്ങളാണ്. അത് നാളത്തെ തലമുറയ്ക്ക് കൈമാറണം, നശിപ്പിക്കാതെ. ഓക്കെ, പങ്കുവെക്കുക. നമുക്കെല്ലാവർക്കും പങ്കുവെക്കാം ഉള്ളതിനനുസരിച്ച്. നന്ദി, ഒരുപാട് നന്ദി. ശുഭരാത്രി.